വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയും മുനിസിപ്പാലിറ്റിയിലെ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി CPM-ന് വിജയസാധ്യതയുള്ള 6 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള വോട്ട് ചോരി പ്രവർത്തനങ്ങൾ നടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയോജക മണ്ഡലത്തിൽ പോലും ഇല്ലാത്ത വോട്ടർമാർ, വർഷങ്ങൾക്ക് മുമ്പ് വീട് വിറ്റുപോയവർ, അവരെ എല്ലാവരെയും പട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. CPIM ആണ് ഇതിന് പിറകിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് മാനിപ്പുലേഷൻ നടത്തിയിരിക്കുകയാണ്. ഈ വിഷയം നിയമപരമായും ജനാധിപത്യപരമായും ഉയർത്തിക്കൊണ്ടുവരികയും വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ജനശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളെ ഞങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിയോജകമണ്ഡലത്തിലെ ചെമ്പങ്കുന്ന് എന്ന ഡിവിഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60 വോട്ടിന് UDF ജയിച്ച ഒരു ഡിവിഷനാണ്. ആ ഡിവിഷനിൽ മാത്രം 11-ലേറെ വോട്ടർമാരെ അനധികൃതമായി തിരികെ കയറ്റിയിരിക്കുകയാണ്. ഈ മാർക്ക് ചെയ്ത ആളുകളൊന്നും ഈ നിയോജകമണ്ഡലത്തിൽ പോലും ഇല്ലാത്ത ആളുകളുണ്ട്. നിയോജകമണ്ഡലത്തിൽ തന്നെ വേറെ പഞ്ചായത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് അവസാനം ഇന്നലെ ഇറങ്ങിയ ഫൈനൽ പട്ടികയിലാണ് നമ്മൾ ഈ കാണുന്ന ഇത്രയും കൃത്രിമങ്ങളുള്ളത്. അപ്പോൾ 60 വോട്ടിന് മാത്രം ജയിച്ച ഒരു ഡിവിഷനകത്ത് ഇത്രയും ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുപോയി കയറ്റിയാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മുനിസിപ്പാലിറ്റി പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF നേടുമെന്ന ഉറച്ച പ്രതീക്ഷ LDF-ന് അനുകൂലിക്കുന്ന ആളുകൾക്ക് പോലും വന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു അട്ടിമറി നടത്താൻ വേണ്ടി ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPIM നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ജനാധിപത്യപരമായിട്ട് തന്നെ അമ്പരപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്.